ഒരു യാത്ര പോയി വന്നതിന് ശേഷം എന്താ പറയുക, ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം നമുക്കൊന്ന് പത്രങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. പത്രങ്ങളിലൂടെ ഇന്ന് 2015 മെയ് 3-ാം തീയതിയാണ്, ഞായറാഴ്ച. 1190 മെയ്യുടെ മാസം 19-ാം തീയതിയാണ്. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് സമരങ്ങൾക്ക് കൂച്ചുവിലങ്ങ് എന്ന് പറയുന്ന ഒരു വാർത്തയാണ്. നമുക്ക് നോക്കാം. സമരത്തിന് 1.5 മാസത്തെ നോട്ടീസ് വ്യവസായ മേഖലയിൽ ഡയസ്നോൺ. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. ഡയസ്നോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം നമുക്ക്. വ്യവസായ മേഖലയിൽ സമരങ്ങൾക്കും മിന്നൽ പണിമുടക്കുകൾക്കും കർശന നിയന്ത്രണം വരുന്നു. സമരവും ലോക്കൌട്ടും പാടില്ല. ഏത് മേഖലയിലായാലും സമരത്തിന് 1.5 മാസത്തെ മുൻകൂർ നോട്ടീസ് നൽകണം. കേന്ദ്ര തൊഴിൽ മന്ത്രാലയം തയ്യാറാക്കിയ പുതിയ ലേബർ കോഡ് ഓൺ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ബില്ലിലും വേതന ബോണസ് നിയമങ്ങൾ ഏകീകരിച്ചുമുള്ള ബില്ലിലുമാണ് ഇതടക്കമുള്ള കർശന വ്യവസ്ഥകൾ ഉള്ളത്. കാരണം കാണിക്കാതെ ജോലിക്ക് വരാതിരിക്കുകയും 10-ഓ കൂടുതലോ പേർ നോട്ടീസ് നൽകാതെ മുങ്ങുകയോ ചെയ്താൽ 8 ദിവസത്തെ വേതനം തടഞ്ഞുവെക്കും. ഇതിനാണ് ഡയസ്നോൺ എന്ന് പറയുന്നത്. വ്യവസായ മേഖലയിൽ ആദ്യമായാണ് ഡയസ്നോൺ ഏർപ്പെടുത്തുന്നത് എന്നും പറയുന്നു. 300 പേര് വരെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ തൊഴിലാളികളെ പിരിച്ചുവിടാനോ ലേ ഓഫ് ചെയ്യാനോ സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണ്ട. രാജസ്ഥാനിലെ BJP സർക്കാർ കൊണ്ടുവന്ന നിയമം ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യം എന്നും പറയുന്നു. അതുപോലെ തന്നെ മറ്റ് നിർദ്ദേശങ്ങളായിട്ട് മുന്നോട്ട് വച്ചിരിക്കുന്നത് തൊഴിലാളികൾക്ക് കുടിശ്ശിക ലഭിക്കാനുണ്ടെങ്കിൽ അത് റവന്യൂ റിക്കവറിയിലൂടെ ഈടാക്കണം. അതുപോലെ തന്നെ തൊഴിൽ തർക്കമുണ്ടായാൽ അനുരഞ്ജന ഉദ്യോഗസ്ഥന്റെ മുന്നിൽ തൊഴിലുടമ നിർബന്ധമായും ഹാജരാവണം എന്നും പറയുന്നു. നിലവിൽ അത് അത്രയ്ക്ക് നിർബന്ധമല്ലായിരുന്നു, പക്ഷേ ഇനി മുതൽ നിർബന്ധമായിട്ടോ തൊഴിലുടമ ഹാജരാവണം. അതുപോലെ ഒരു തൊഴിലാളിയെ താൽക്കാലികമോ കാഷ്വലോ ആയി 1 വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്യിക്കുന്നത് അന്യായമായ നടപടിയായി കണക്കാക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെ മൊത്തം യൂണിയൻ ഭാരവാഹികളിൽ 2 പേരെ മാത്രമേ പുറത്തുനിന്ന് പാടുള്ളൂ എന്നൊക്കെയാണ് മറ്റ് നിർദ്ദേശങ്ങളായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് എന്താ പറയുക, സമരങ്ങൾക്ക് കൂച്ചുവിലങ്ങ് എന്നതും കൂടെ പറയാവുന്ന ഈ വാർത്തയിൽ ഉൾപ്പെട്ടിരുന്ന മറ്റ് എന്താ പറയുക നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുള്ളത് ത്രിമൂർത്തികൾ തമ്മിൽ എന്ന് പറയുന്ന ഒരു വാർത്തയാണ്. അത് ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മോദി, ജെയ്റ്റ്ലി, ഷാ, ഷൂറി, സ്വാമി, ജെഠ്മലാനി ഇവരൊക്കെയാണ് ത്രിമൂർത്തികൾ തമ്മിൽ എന്ന് പറയുന്ന എന്താ പറയുക അവരുടെ ഇടയിലുള്ള ചെറിയ അസ്വാരസ്യങ്ങളെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് കേട്ടോ. നമുക്ക് നോക്കാം. ഒരു എന്താ പറയുക ഒരു കാർട്ടൂണിലൂടെയാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഇവർ 3 പേരെയും ഒരു ശൂലവും ഒക്കെ ആയിട്ടുള്ള ഒരു കാർട്ടൂൺ കൂടിയാണ് ഈ വാർത്ത. നമുക്ക് നോക്കാം. നരേന്ദ്രമോദി സർക്കാർ 1-ാം വാർഷികാഘോഷത്തിന് ഒരുങ്ങുന്നതിനിടെ BJPയിലെയും മുന്നണിയിലെയും അസ്വാരസ്യങ്ങൾ മറനീക്കി. BJPയിൽ ത്രിമൂർത്തി ഭരണമാണെന്ന രൂക്ഷ വിമർശനവുമായി മുൻ കേന്ദ്രമന്ത്രി അരുൺ ഷൂറി പാർട്ടി നേതൃത്വത്തെ ഞെട്ടിച്ചു. നരേന്ദ്രമോദി, അരുൺ ജെയ്റ്റ്ലി, അമിത് ഷാ ത്രിമൂർത്തികൾ സഖ്യകക്ഷികളെ മാത്രമല്ല സ്വന്തം പാർട്ടിക്കാരെയും വിരട്ടി നിർത്തിയിരിക്കുകയാണെന്നും ഷൂറി ആരോപിച്ചു എന്നുമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് സഖ്യകക്ഷികളും ഇടയുന്നു എന്നൊരു വാർത്തയും കൂടിയുണ്ട്. BJPയുടെ വല്യേട്ടൻ മനോഭാവത്തോടുള്ള അതൃപ്തി സഖ്യകക്ഷികളായ ശിവസേനയും അകാലിദളും പരസ്യമാക്കി. NDA സഖ്യത്തിൽ ഏകോപനമില്ലെന്ന് അകാലിദൾ നേതാവായ നരേഷ് അഗർവാൾ വിമർശിച്ചത് BJP നേതൃത്വത്തിന് ക്ഷീണമായി എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മറ്റൊരു വാർത്തയുള്ളത്. അതായത് ത്രിമൂർത്തികൾ തമ്മിൽ എന്ന് പറയുന്ന ഒരു വാർത്തയിൽ കൂടെ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിനായി BJPക്കുള്ളിൽ ഏറ്റവും ആദ്യം വാദിച്ച അരുൺ ഷൂറി പ്രധാനമന്ത്രി മോദിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നുവെന്ന് തുറന്നടിച്ചു എന്നാണ് പറയുന്നത്. ഈ മാസം 26-ന് സർക്കാരിന്റെ വാർഷികം ആഘോഷിക്കാനിരിക്കെ, അതായത് 1 കൊല്ലം തികയാണ്, അത് ആഘോഷിക്കാനിരിക്കെ അരുൺ ജെയ്റ്റ്ലി വിരുദ്ധരെന്ന് അറിയപ്പെടുന്ന 3 സംഘം മാധ്യമങ്ങളിലൂടെ പാർട്ടിക്കെതിരെ പടയിറങ്ങുമോ എന്നാണ് BJPയുടെ ഭയം എന്നും പറയുന്നുണ്ട്. ഇതാണ് മറ്റൊരു വാർത്ത. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇന്ന് ലോക ചിരിദിനമാണ് അല്ലെ. പക്ഷേ ഈ ചിരിദിനത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു വാർത്തയുണ്ട് കേട്ടോ. അതായത് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരു ബാലിക ആ അപകടം നടന്ന സ്ഥലത്തിന് ഫ്രണ്ടിൽ നിന്ന് ചിരിച്ചുകൊണ്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുള്ള ഒരു വാർത്തയുണ്ട്. നമുക്ക് നോക്കാം. ലോക ചിരിദിനത്തിൽ വ്യത്യസ്തമായ ചിരി എന്ന് പറയുന്നതാണ് ഇതിന് തലക്കെട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ചിരിയിൽ ദൈവത്തിന്റെ കയ്യൊപ്പ് എന്നും കൊടുത്തിട്ടുണ്ട്. ഫോട്ടോയിൽ കാണാം കേട്ടോ. ഇതിന്റെ അടിക്കുറിപ്പായിട്ട് കൊടുത്തിരിക്കുന്നത് കോട്ടയം താഴ്ത്തങ്ങാടി അറുപുഴയിൽ നിയന്ത്രണം വിട്ട ലോറി ഇടിച്ചു തകർന്ന ഓട്ടോയിൽ നിന്ന് രക്ഷപ്പെട്ട അൻസിത എന്ന് പറയുന്ന കുട്ടിയാണ് അപകട സ്ഥലത്ത് നിന്ന് ആ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വാർത്തയിലേക്ക് കടക്കാം. നിറചിരിയുമായി നിൽക്കുന്ന ഈ 1-ാം ക്ലാസ്സിൽ അൻസിതയെ, അതായത് അൻസിതയുടെ വിളിപ്പേര് വാവാന്നാണ് കേട്ടോ, ദൈവം അത്രമേൽ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. മരണത്തിന്റെ ബലിഷ്ഠ കരങ്ങളിൽ നിന്ന് അൻസിതയെ പിടിച്ചു മാറ്റിയ ആ നിമിഷത്തെ ഉമ്മ വിവരിക്കുമ്പോൾ ആരുടെയും നെഞ്ചെടുപ്പ് ഉയരും.
അൻസിതയുടെ നിലാനിറമുള്ള ഈ ചിരിയാണ് ഇന്ന് ലോക ചിരി ദിനത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ചിരി. ആയുസിന്റെ പുസ്തകത്തിലെ ചിരി. ഈ ഈരാറ്റുപേട്ട നടക്കൽ പുത്തൻ വീട്ടിൽ സുധീറിന്റെയും സഫിതയുടെയും മകളാണ് അൻസിത. അപ്പൊ അൻസിതയാണ് എന്താ പറയാ തലനാരിടയ്ക്കുന്നൊക്കെ വേണം പറയാനായിട്ട്. നിയന്ത്രണം വിട്ട ലോറിയായിരുന്നു ഇടിച്ചത് ഓട്ടോല്. അപ്പൊ എന്തായാലും അതിൽ നിന്നും രക്ഷപ്പെട്ട് ഈ എന്താ പറയാ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ചിരി തന്നെയാണ് അല്ലെ. അപ്പൊ എന്തായാലും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് ഇന്ന് ചിരി ദിനത്തിൽ വ്യത്യസ്തമായൊരു ഫോട്ടോ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുള്ളത് പഞ്ചാബിൽ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് പേപ്പറിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക ബസ്സിൽ നിന്നും മാനഭംഗത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ചാടി മരിച്ച ഒരു കുട്ടിയുടെ വാർത്തയുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയുടെ മൃതദേഹം ഏറ്റുവാങ്ങിയില്ല എന്നാണ് പറയുന്നത് ഉപമുഖ്യമന്ത്രിക്കെതിരെ പിതാവ്. നമുക്ക് നോക്കാം. രാജ്യത്തെ നടുക്കിയ പഞ്ചാബ് മാനഭംഗ കേസിലെ പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കാൻ വിസമ്മതിച്ച് വീട്ടുകാരുടെ രോഷപ്രകടനം. ദളിത് പെൺകുട്ടി മാനഭംഗത്തിനിരയായ ബസ് കമ്പനിയുടെ ഉടമ കൂടിയായ ഉപമുഖ്യമന്ത്രി സുഖ്ബീർ സിംഗ് ബാദലിനെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്ന ആവശ്യവുമായി പെൺകുട്ടിയുടെ പിതാവ് രംഗത്തെത്തി. ബസിന്റെ ഉടമസ്ഥാവകാശമുള്ള ഓർബിറ്റ് ഏവിയേഷൻ റോഡ് പെർമിറ്റ് റദ്ദാക്കണമെന്നാണ് മറ്റൊരു ആവശ്യം. ഈ രണ്ട് ആവശ്യങ്ങൾ പരിഗണിക്കാതെ മോർച്ചറിയിലുള്ള മൃതദേഹം സംസ്കരിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് വീട്ടുകാർ എന്നും പറയുന്നു. ഈ കുട്ടി അമ്മയോടൊപ്പമായിരുന്നു ഈ കുട്ടി യാത്ര ചെയ്തിരുന്നത്. പക്ഷേ അമ്മയും നിർഭാഗ്യവശാൽ മാനഭംഗത്തിന് ഇരയായി പോയി. ആ കുട്ടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു ബസ്സിൽ നിന്ന് എന്തോ തള്ളി വീഴാണ് ഉണ്ടായത്. അങ്ങനെയാണ് ആ കുട്ടി മരിച്ചത്. അപ്പോൾ എന്തായാലും അതുപോലെ പറയുന്നത് പെൺകുട്ടിയുടെ കുടുംബത്തിന് സർക്കാർ വാഗ്ദാനം ചെയ്ത 20 ലക്ഷം രൂപയും സർക്കാർ ജോലിയും കുടുംബം നിരസിച്ചു എന്ന് പറയുന്നു. ചികിത്സയിലാണ് പെൺകുട്ടിയുടെ അമ്മ ഇപ്പോഴും. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് സംസ്ഥാനമെമ്പാടും ട്രെയിൻ ഗതാഗതം തടഞ്ഞു. ആം ആദ്മി പാർട്ടിയും സമരരംഗത്ത് ശക്തരായി തന്നെയുണ്ട് എന്നാണ് പറയുന്നത്. ശരിക്കും ആ പെൺകുട്ടിക്ക് ആഗ്രഹിച്ചത് പോലീസ് ഓഫീസർ ആവാൻ ആഗ്രഹമായിരുന്നു ആ കുട്ടിക്ക്. പക്ഷേ എന്താ പറയുക അതുപോലെ തന്നെ പക്ഷേ ഇതിനെ തുടർന്ന് വിവാദപരമായിട്ടുള്ള മറ്റൊരു പ്രസ്താവനയുണ്ട് പഞ്ചാബ് മന്ത്രിയുടേത്. അതായത് ഈ കുട്ടിയുടെ മരണം എന്ന് പറയുന്നത് ദൈവഹിതമാണെന്നാണ് അദ്ദേഹം ഇതിനെ തുടർന്ന് പ്രതികരിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. പീഡനത്തിനിടെ പെൺകുട്ടി ബസ്സിൽ നിന്ന് വീണു മരിച്ചത് ദൈവനിശ്ചയമാണെന്ന പഞ്ചാബ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന വിവാദമായി. അപകടം തടയാൻ ആർക്കും കഴിയില്ലെന്നും ദൈവഹിതം നടക്കുമെന്നുമുള്ള മന്ത്രി സുർജിത് സിംഗ് വാക്കുകൾ വലിയ പ്രതിഷേധത്തിനിടയാക്കി. അപകടങ്ങൾ എപ്പോൾ വേണമെങ്കിലും നടക്കാമെന്നും പ്രകൃതിയുടെ നിശ്ചയം മാറ്റാനാകില്ലെന്നും സുർജിത് സിംഗ് പറഞ്ഞു. സംഭവം വിവാദമായതോടെ തന്റെ വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചുവെന്ന് പറഞ്ഞ് മന്ത്രി തലയൂരി എന്നുമാണ് പറയുന്നത്. മനുഷ്യത്വമില്ലാത്തവരുടെ ക്രൂരതയിൽ ജീവൻ നഷ്ടപ്പെട്ട പഞ്ചാബിലെ പോലീസ് പെൺകുട്ടി ആഗ്രഹിച്ചത് പോലീസ് ഉദ്യോഗസ്ഥരാകാനാണ്. സ്കൂളിലെ മികച്ച വിദ്യാർത്ഥിനിയും കൂടിയായിരുന്നു പെൺകുട്ടി എന്നാണ് പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എത്ര പൈസ കൊടുത്താലും ഒരു ജോലി വാഗ്ദാനം ചെയ്താലും നഷ്ടപ്പെട്ടു പോയതിന് തുല്യമാവില്ല അല്ലേ. അതാണ് ഒരു വാർത്തയായിട്ടുള്ളത്. ഇതൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകളായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ സ്പോർട്സ് പേജിലെ വിശേഷങ്ങളിലേക്ക് ഒന്ന് കിടക്കാം. സ്പോർട്സ് പേജിൽ നിറഞ്ഞു നിൽക്കുന്നത് IPL വിശേഷങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി മറ്റ് വിശേഷങ്ങളുണ്ട്. നമുക്ക് ആദ്യം IPL വാർത്തകളിലേക്ക് കിടക്കാം. ബാംഗ്ലൂരിന് 4ാം ജയം എന്നാണ് വാർത്തയിൽ പറയുന്നത്. ബാംഗ്ലൂരിന്റെ വിജയത്തെക്കുറിച്ചാണ് സ്പോർട്സ് പേജിൽ കൊടുത്തിരിക്കുന്ന വാർത്ത. നോക്കാം. മൻദീപ് സിംഗ് അതായത് 18 പന്തിൽ 45 റൺസ് നേടി. അദ്ദേഹമാണ് കളിയിലെ താരം. അതുപോലെ തന്നെ മുംബൈക്കും ഡൽഹിക്കും ജയം എന്നും കൂടെ പറയുന്നു. നമുക്ക് നോക്കാം. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഇടതടവില്ലാതെ പെയ്ത മഴ കൂസാതെ ക്ഷമാപൂർവ്വം കാത്തിരുന്ന ആരാധകർക്ക് ഒടുവിൽ സമ്മാനമായി കിട്ടിയത് സമ്മോഹനമായ ബാറ്റിംഗ് വിരുന്ന്. മഴ മൂലം ഏറെ മത്സര സമയം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് 10 ഓവറായി ചുരുക്കിയ മത്സരത്തിൽ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ആതിഥേയരായ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് 7 വിക്കറ്റ് ജയം. കൊൽക്കത്ത ഉയർത്തിയ 112 റൺസ് ലക്ഷ്യം പിന്തുടർന്ന ബാംഗ്ലൂരിന് അവസാന ഓവറിലെ 3ഉം 4ഉം പന്തുകളിൽ സിക്സർ പറത്തിയ മൻദീപ് സിംഗ് ആണ് കളിയിലെ താരമായത്. 2 പന്തുകൾ ബാക്കി നിൽക്കെ വിജയം സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. 4 ബൗണ്ടറിയും 3 സിക്സറുകളും അടിച്ച മൻദീപാണ് കളിയിലെ കേമൻ. സ്കോർ കൊൽക്കത്ത 10 ഓവറിൽ 4ന് 111, ബാംഗ്ലൂർ 9.4 ഓവറിൽ 3ന് 115. ഇതാണ് IPL സംബന്ധിക്കുന്ന ഒരു വാർത്തയായിട്ട് പത്രങ്ങളിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുള്ളത് മെസ്സിയുടെ ആദ്യ ബാഴ്സ ഗോളിന് 10 വയസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയുണ്ട്. നമുക്ക് നോക്കാം. 10 വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ 2005 മെയ് 1 സ്പാനിഷ് ലാലിഗയിൽ ബാഴ്സലോണ ആൽബർസെറ്റയെ നേരിടുന്നു. ടീമിന് ഗോൾ ദാരിദ്ര്യം നേരിട്ടതോടെ 17കാരനായ മീശ മുളയ്ക്കാത്ത പയ്യനെ ബാഴ്സ പരിശീലകൻ കളത്തിലിറക്കി. മിനിറ്റുകൾക്കകം ബ്രസീൽ ഫുട്ബോളിലെ ഇതിഹാസം റൊണാൾഡീനോയുമായി പന്ത് പരസ്പരം കൈമാറി പയ്യൻ ആൽബസെറ്റ് ബോക്സിലേക്ക് കയറി എന്നുമാണ് പറയുന്നത്. മുന്നോട്ട് കയറിയ ഗോൾ കീപ്പർ റൗൾ വാൽബിനോയുടെ തലയ്ക്ക് മുകളിലൂടെ പന്ത് കോരിയിട്ട് പയ്യൻ റൊണാൾഡീനോയുടെ ചുമലിലേക്ക് കയറി ഗോൾ ആഘോഷം തുടങ്ങി. ഇന്നും ആ ഗോൾ ആഘോഷം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് പറയുന്നത്. ഗോളി അതായത് മെസ്സിനെയാണ് ആ ഒരു
ഒരു പയ്യൻ എന്ന് പറയുന്നത് കേട്ടോ. എന്തായാലും മെസ്സിയുടെ ആദ്യ ബാഴ്സ ഗോളിന് ഇന്നേക്ക് 10 വർഷം, ഇന്നേക്കല്ല മെയ് 1-നായിരുന്നു 10 വർഷം കഴിഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ കണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത, ഫെഡറേഷൻ കപ്പ് സീനിയർ അത്ലറ്റിക്സിൽ ടിൻഡു അനു എന്നിവർ സ്വർണ്ണ ജേതാക്കളായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. നോക്കാം. ഫെഡറേഷൻ കപ്പ് സീനിയർ അത്ലറ്റിക്സിൽ കേരളത്തിന്റെ ടിൻഡു ലൂക്കയും അനുവും സ്വർണം നേടി. വനിതകളുടെ 800 മീറ്ററിൽ ടിൻഡു സ്വർണം നേടിയപ്പോൾ 400 മീറ്റർ ഹഡിൽസിലാണ് അനുവിന് നേട്ടം. മീറ്റിന്റെ 2ാം ദിനം അവസാനിക്കുമ്പോൾ 5 മെഡലുകളുമായി 40 പോയിന്റോടെ 3ാം സ്ഥാനത്താണ് കേരളം. ആതിഥേയരായ കർണാടകം 63 പോയിന്റും 1-മതും 46 പോയിന്റോടെ ഇന്ത്യൻ ആർമി 2-മതുമായിട്ടാണ് 3ാം സ്ഥാനത്താണ് ഇപ്പോൾ കേരളം ഉള്ളത്. ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ ആർമിയിലെ ദേവന്ദർ സിംഗ് പുതിയ മീറ്റ് റെക്കോർഡിട്ടപ്പോൾ ഷോട്ട് പുട്ടിൽ ഹരിയാനയുടെ ഇന്ദ്രജിത്ത് സിംഗ് റിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടി എന്നും പറയുന്നു. എതിരില്ലാതെ ടിൻഡു എന്ന് പറയുന്ന ഒരു വാർത്തയും കൂടി ഉണ്ട്. അതായത് ടിൻഡു ലോക്ക സ്വർണത്തിലേക്ക് ഓടി അടുക്കുന്ന ഒരു ഫോട്ടോയും കൂടെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. വനിതകളുടെ 800 മീറ്ററിൽ ശനിയാഴ്ച ടിൻഡുവിന് എതിരാളികളില്ലായിരുന്നു. ഏകപക്ഷീയമായ മത്സരത്തിൽ ഫിനിഷിംഗ് പോയിന്റിലെത്തി ഏറെ സെക്കൻഡുകൾ കഴിഞ്ഞാണ് 2ാം സ്ഥാനക്കാരിയായ തമിഴ്നാടിന്റെ ഗോമതി ഫിനിഷ് ചെയ്തത്. ശക്തരായ പ്രതിയോഗി ഇല്ലാത്തതാണ് ട്രാക്കിൽ ടിൻഡു നേരിടുന്ന പ്രധാന പ്രശ്നമെന്ന് പരിശീലക കൂടിയായ PT ഉഷ പറയുന്നു. ടിൻഡുവിന് നല്ല മത്സരം നൽകാൻ കഴിയുന്ന പ്രതിയോഗി ഇന്ത്യയിലില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ദൂരത്തിലേക്ക് ടിൻഡുവിന് എത്താനും കഴിയുന്നില്ല എന്നാണ് കോച്ചും കൂടിയായിട്ടുള്ള PT ഉഷ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ടിൻഡുവിന് നമ്മുടെ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ അറിയിക്കാം അല്ലേ. അതാണ് മറ്റൊരു വാർത്ത. അതുപോലെ തന്നെ കേരള പ്രീമിയർ ലീഗിൽ SBTക്ക് ജയം എന്ന് പറയുന്ന ഒരു വാർത്തയുണ്ട്. മേപ്പാടിയിലാണ് ഇത് നടക്കുന്നത് കേട്ടോ. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ലീഗിൽ ശനിയാഴ്ച നടന്ന ഉദ്ഘാടന മത്സരത്തിൽ തിരുവനന്തപുരം SBTക്ക് ജയം. ഏകപക്ഷീയമായ 3 ഗോളിന് ടൈറ്റാനിയം തിരുവനന്തപുരത്തെയാണ് അവർ പരാജയപ്പെടുത്തിയത്. 3-0 അതാണ് സ്കോർ എന്ന് പറയുന്നത്. മാർട്ടിൻ ജോണിന്റെ ഇരട്ട ഗോളും ഷിബിൻ ലാലിന്റെ ഗോളും SBTക്ക് ഏകപക്ഷീയ വിജയം സമ്മാനിക്കുകയായിരുന്നു. 1-ാം പകുതിയിൽ വിജയികൾ 2-0 മുന്നിട്ട് നിന്നു എന്നുമാണ് പറയുന്നത്. കേരള പ്രീമിയർ ഫുട്ബോൾ ലീഗിനെ സംബന്ധിക്കുന്ന വാർത്തയാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്പോർട്സ് വിശേഷങ്ങളായിട്ട് നിൽക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഗൾഫ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ നമുക്കൊന്നറിയാം അല്ലേ. ഒരു വാർത്തയുള്ളത്, ടിക്കറ്റിന് വിലയേറി ഇനി നട്ടം തിരിയും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് വിമാന ടിക്കറ്റിന്റെ നിരക്കുകളിൽ ഏകദേശം 50% വർധന ഉണ്ടായിട്ടുണ്ട്. ഇനി അത് ഒരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും വീണ്ടും കൂടും എന്നാണ് പറയുന്നത് കേട്ടോ. എയർ അറേബ്യയിൽ ഷാർജയിൽ നിന്ന് ഇപ്പോൾ കൊച്ചിയിലേക്കുള്ള നിരക്ക് 1 വേക്ക് 780 ദിർഹമാണ്. പക്ഷേ ജൂലൈ 25 ആകുമ്പോഴേക്കും ഇത് 1 വേക്ക് 1580 ദിർഹമാവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. നോക്കാം. മധ്യവേനൽ അവധിക്ക് കുടുംബവും ഒന്നിച്ച് നാടണയാൻ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവരുടെ മുന്നിൽ തീ പിടിച്ച നിരക്കുകളുമായി വിമാന കമ്പനികൾ. വിമാന ടിക്കറ്റ് നിരക്കിൽ 50% വർധനയാണ് ഇപ്പോഴുള്ളത്. വരും ദിവസങ്ങളിൽ നിരക്ക് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. റൺവേ അറ്റകുറ്റപ്പണി കോഴിക്കോട് വിമാനത്താവളത്തിലേക്കുള്ള സർവീസിനെ ബാധിച്ചതിനാൽ കൊച്ചിയിലേക്കുള്ള തിരക്കും വർദ്ധിച്ചു. ചില എയർലൈൻസുകളിൽ സീറ്റും ലഭ്യമല്ല എന്നാണ് പറയുന്നത്. അടുത്ത മാസം 28 മുതൽ ഓഗസ്റ്റ് 30 വരെയാണ് മധ്യവേനൽ അവധി. ഇപ്പോൾ മുൻകൂർ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 50%-ലേറെ അധിക നിരക്ക് നൽകണം എന്നും പറയുന്നു. മാസാവസാനമായതോടെ നിരക്ക് ഇരട്ടിയാകുമെന്നാണ് സൂചന. അടുത്ത മാസത്തോടെ വർധന 3 ഇരട്ടി വരെ ആകാനും സാധ്യതയുണ്ട്. ശരിക്കും സാധാരണക്കാരായിട്ടുള്ള ഇപ്പോൾ വെക്കേഷൻ ആണെങ്കിലും നാട്ടിൽ ആഘോഷിക്കാമെന്ന് വിചാരിക്കുന്ന സാധാരണക്കാരുടെ ശരിക്കും രൂക്ഷമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണല്ലോ. വിമാന കമ്പനികളിൽ ഇപ്പോൾ ടിക്കറ്റ് കൂട്ടിയതും അതുപോലെ തന്നെ സീറ്റ് തന്നെ കിട്ടണില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ വലിയൊരു കഷ്ടം തന്നെയാണ് അല്ലേ. അതാണ് ഒരു വാർത്ത. പ്രവാസികളെ സംബന്ധിക്കുന്ന ഒരു ഗൾഫ് വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുള്ളത്, ദുബായിൽ പോലീസ് ഓഫീസറാകാൻ റോബോകോപ്പ് എന്ന് പറയുന്ന ഒരു വാർത്തയായിട്ട് നമുക്ക് നോക്കാം. എമിറേറ്റ്സിൽ ക്രമസമാധാനം ഉറപ്പുവരുത്താൻ റോബോട്ടുകളെ രംഗത്തിറക്കുന്നു. റോബോകോപ്പ് എന്ന പേരിൽ ഇന്റലിജൻസ് ഓഫീസർമാരായിട്ടായിരിക്കും റോബോട്ടുകൾ പ്രവർത്തിക്കുക. 2 വർഷത്തിനകം യന്ത്ര പോലീസുകാർ യാഥാർത്ഥ്യമാകുമെന്നും അധികൃതർ സൂചിപ്പിക്കുന്നുണ്ട്. അവരുടെ ഫോട്ടോ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എക്സ്പോ 2020ക്ക് മുന്നോടിയായി 2 ഘട്ടങ്ങളിലായി റോബോകോപ്പുകളെ രംഗത്തിറക്കുമെന്ന് ദുബായ് പോലീസിലെ സ്മാർട്ട് സർവീസുകളുടെ ചുമതലയുള്ള മേധാവി അറിയിച്ചു എന്നും പറയുന്നു. പോലീസ് സേനയുടെ സേവന രീതിയിൽ വരുന്ന പുതിയ മാറ്റത്തിന്റെ പ്രതീകമായിരിക്കും ഇവയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുള്ളത്, ഷാർജയിൽ വില്ലയ്ക്ക് തീ പിടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. നോക്കാം നമുക്ക്. ഷാർജ കുവൈത്തി ആശുപത്രിക്ക് സമീപം കുടുംബങ്ങൾ താമസിക്കുന്ന വില്ലയ്ക്ക് തീപിടിച്ചു. ശനിയാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് തീപിടിച്ചതായി സമീപവാസികൾ പറഞ്ഞത്. ഉടൻ തന്നെ എല്ലാവരും ഉറങ്ങായിരുന്നു ആ സമയത്ത് വില്ലയിൽ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഓടി. അതുകൊണ്ട് തന്നെ അപകടമൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് കിട്ടിയിരിക്കുന്ന വിവരം. അഗ്നിശമന വിഭാഗം തീയണച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ
ഇരുനിലകളുള്ള വില്ലയിലെ അടുക്കളയിൽ നിന്നാണ് തീ പടർന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് തീ പിടിച്ചത്. പക്ഷെ എന്നാലും എല്ലാവരും തന്നെ അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാവരും തന്നെ ആ സമയം തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടി. അതുകൊണ്ട് തന്നെ ആളപകടമൊന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുള്ളത്, ഇപ്പോൾ ഇവിടെ UAE-യിലുമൊക്കെ കിട്ടുന്ന തണ്ണിമത്തനെ സംബന്ധിക്കുന്ന ഒരു വാർത്തയാണ് കേട്ടോ. അതിൽ ചെറിയ തുളകൾ വീണിട്ടുള്ള തണ്ണിമത്തൻ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. കീടനാശിനികളുടെ പ്രയോഗമൊക്കെയുള്ള തണ്ണിമത്തനായിരിക്കും അങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. നമുക്ക് നോക്കാം. തുള വീണ തണ്ണിമത്തനുകൾക്കെതിരെ മുന്നറിയിപ്പ്. ആ തണ്ണിമത്തന്റെ ഒരു ഫോട്ടോയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫോർ എക്സാമ്പിൾ ഒരു ചെറിയൊരു തുള വീണിട്ടുള്ള ഒരു ഫോട്ടോ ആണ് കൊടുത്തിരിക്കുന്നത്. കീടബാധയുള്ള തണ്ണിമത്തനുകൾ വിൽക്കുന്നതിനെതിരെ ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നറിയിപ്പ്. പുറംതോടിൽ തുള വീണ നിലയിലുള്ള തണ്ണിമത്തനുകൾ ഉടൻ വിപണിയിൽ നിന്ന് പിൻവലിക്കണമെന്ന് മന്ത്രാലയം ഉത്തരവിട്ടു. ഇതേ തുടർന്നാണ് വിവിധ എമിറേറ്റുകളിൽ നടന്ന പരിശോധനയിൽ കീടബാധയേറ്റ തണ്ണിമത്തനുകൾ പിടിച്ചെടുത്തു. മത്തനിലെ കീടങ്ങൾ നശിച്ചതായി പരിശോധനയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മുൻകരുതലെന്ന നിലയിലാണ് ഇവ വിപണിയിൽ നിന്ന് കണ്ടുകിട്ടുന്നതെന്നും അധികൃതർ സൂചിപ്പിച്ചു എന്നാണ് പറയുന്നത്. കീടബാധയേറ്റ നിരവധി തണ്ണിമത്തനുകൾ ഉദ്യോഗസ്ഥർ മാർക്കറ്റിന്റെ പല ഭാഗത്തു നിന്നും കണ്ടെടുക്കുകയുണ്ടായിട്ടുണ്ട്. എമിറേറ്റിലെ മറ്റു ഭാഗങ്ങളിലേക്കും പരിശോധന വ്യാപിപ്പിക്കുമെന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു. ഇതിപ്പോൾ ഫ്യൂജൈറയിലാണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിട്ടുള്ളത്. അതായത് അധികൃതർ ഇങ്ങനത്തെ തണ്ണിമത്തനങ്ങൾ പിടിച്ചു കെട്ടിയിട്ടുള്ളത്. പക്ഷേ എന്നാലും എന്താ പറയുക, നമ്മളെല്ലാവരും ശ്രദ്ധാലുക്കളായിരിക്കണം അല്ലേ. ശരിക്കും കീടനാശിനി പ്രയോഗമൊക്കെയുള്ള തണ്ണിമത്തനുകളാവാം ചിലപ്പോൾ വരുന്നത്. എല്ലാം അങ്ങനെയല്ല, പക്ഷെ എന്നാലും അതിലും പ്രയോഗിച്ചിട്ടുണ്ടാവാം എന്ന് നമുക്കറിയാം. അപ്പോൾ എന്തായാലും നമ്മളും ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ചെറിയ തുള വീണിട്ടുള്ള തണ്ണിമത്തനൊന്നും വാങ്ങിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ചു വാങ്ങിക്കാം. അതാണ് മറ്റൊരു വാർത്ത. അതുപോലെ തന്നെ വേറൊരു വാർത്തയുള്ളത്, വിനോദസഞ്ചാരികൾക്കായി ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡ് ഒരുങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. ദുബായ് ഐ എന്ന പേരിൽ ഒരു കൂറ്റൻ വീൽ സ്ഥാപിക്കും എന്ന് പറയുന്നു. അതായത് ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡിലേക്കുള്ള പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോയും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ വാർത്തയിലേക്ക് കടക്കാം. എമിറേറ്റിലെ ഏറ്റവും പുതിയ വിനോദസഞ്ചാര കേന്ദ്രമാകാനുള്ള തയ്യാറെടുപ്പിലാണ് ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡ്. ജുമൈറ ബീച്ച് റെസിഡൻസിന് അഭിമുഖമായി നിലകൊള്ളുന്ന ദ്വീപിലേക്ക് പുതിയ പാലം പണിയുന്നതിനൊപ്പം ഓട്ടോമേറ്റഡ് ട്രാൻസിറ്റ് സംവിധാനവും കേബിൾ കാർ സർവീസും ആരംഭിക്കുമെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അതായത് RTA അറിയിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വീലായിരിക്കും ദ്വീപിലെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നുണ്ട്. ബ്ലൂ വാട്ടേഴ്സ് ദ്വീപിലേക്ക് ഗതാഗത സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ 47.5 കോടി ദിർഹം മുതൽ മുടക്കിൽ പാലം നിർമ്മിക്കുന്നുണ്ട്. പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി RTA ചെയർമാൻ മത്താർ അൽ തായർ അറിയിച്ചു എന്നും പറയുന്നു. ശരിക്കും വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ടാണ് ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡ് ഒരുങ്ങുന്നത്. അപ്പോൾ എന്തായാലും ശരിക്കും അതിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടെ ദുബായ്ക്ക് സ്വന്തമാവുകയാണ് അല്ലേ. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുള്ളത്, കോഴിക്കോട് നിന്ന് ഇത്തിഹാദ് എയർ പുതിയ സർവീസ് തുടങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് കേട്ടോ. നോക്കാം നമുക്ക്. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് ഇത്തിഹാദ് എയർ പുതിയ സർവീസ് തുടങ്ങി. വെള്ളിയാഴ്ച മുതൽ അബുദാബിയിലേക്കാണ് സർവീസുകൾ തുടങ്ങിയത്. രാത്രിയിലാണ് സർവീസ്. ഇതോടെ ഇത്തിഹാദ് പ്രതിദിനം 3 സർവീസുകളായി. റൺവേ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മെയ് 1 മുതൽ കരിപ്പൂരിൽ നിന്നുള്ള വലിയ വിമാനങ്ങളുടെ സർവീസുകൾ പിൻവലിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇത്തിഹാദ് പുതിയ സർവീസ് തുടങ്ങിയത്. ജൂണിൽ ജെറ്റ് എയറും ഖത്തർ എയർവേസും പുതിയ സർവീസുകൾ ആരംഭിക്കാനിരിക്കുകയാണ്. എയർ ഇന്ത്യ, എമിറേറ്റ്സ്, സൗദി വിമാനങ്ങൾ സർവീസുകൾ നിർത്തലാക്കിയതോടെ ആഴ്ചയിൽ 52 സർവീസുകളാണ് കരിപ്പൂരിൽ ഇല്ലാതായത്. ചെറിയ വിമാനങ്ങൾക്ക് അനുമതി നൽകി യാത്രക്കാരുടെ പ്രശ്നം ഒരുവിധം പരിഹരിക്കാനാണ് എയർപോർട്ട് അതോറിറ്റി ശ്രമിക്കുന്നത് എന്നും വാർത്തയിൽ പറയുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട എന്താ പറയുക ഗൾഫ് വിശേഷങ്ങളും അതുപോലെ തന്നെ പത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ള പ്രധാന വാർത്തകൾ എല്ലാം നമ്മൾ പെട്ടെന്നൊന്ന് കണ്ണോടിച്ചു പോയില്ലേ. ഇനി നമുക്ക് അവസാനമായിട്ട് നമ്മുടെ ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് ഗോൾഡ് റേറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് രാവിലത്തെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് 17 രൂപ 19 പൈസയാണ് ഒരു ദർഹത്തിന്. അതുപോലെ തന്നെ 24 ക്യാരറ്റ് സ്വർണ്ണത്തിന് ഇന്ന് രാവിലത്തെ റേറ്റ് എന്ന് പറയുന്നത് 142 ദർഹം 50 ഫിൽസ് ആണ്. ഇന്നലെയും സെയിം റേറ്റ് തന്നെയായിരുന്നു, വ്യത്യാസമൊന്നും കാണുന്നില്ല. അതുപോലെ തന്നെ 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 135 ദർഹം 25 ഫിൽസ് ആണ് ഇന്ന് രാവിലത്തെ റേറ്റായി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഗുഡ് മോർണിംഗ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, ഇന്ന് ലോക ചിരി ദിനമാണ്. പക്ഷേ ഇന്ന് ഈ ചിരി ദിനത്തിൽ മാത്രമല്ല, ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ദിവസവും നല്ല സന്തോഷത്തിൻ്റെ ചിരി എല്ലാവരിലും ഉണ്ടാവട്ടെ അല്ലേ. ഏത് കാര്യങ്ങളും ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾ ഏത് കാര്യമാണെങ്കിലും എത്ര സങ്കടം വന്നാലും ഒരു ചെറിയൊരു പുഞ്ചിരിയോടുകൂടെ എല്ലാ പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള ഒരു ശക്തി നമുക്ക് ഉണ്ടാവണം അല്ലേ. നമുക്ക് ജീവിതത്തെ തന്നെ ഒരു പോസിറ്റീവായിട്ട് ഒരു പുഞ്ചിരിയിലൂടെ നോക്കി കാണാനുള്ള ഒരു എന്താ പറയുക മാനസികമായിട്ടുള്ള ഒരു ധൈര്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചിരിദിനത്തിൽ നല്ലൊരു ചിരിയോടുകൂടെ നമ്മുടെ ഇന്നത്തെ ഗുഡ് മോർണിംഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ ഇതുപോലെ തന്നെ ഒത്തിരി നല്ല വിശേഷങ്ങളും പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകളും അറൗണ്ട് ദ വേൾഡ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം 9:30 മണി മുതൽ 10 മണി വരെ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.